സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ട് പൃഥ്വിരാജ് പിന്നിലായി? നമുക്കറിയാം, മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സിൽ ഒരാൾ തന്നെയാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജ് എന്ന നടൻ്റെ യഥാർത്ഥ കാലിബർ അറിയണമെങ്കിൽ 14 വർഷമെങ്കിലും പിന്നിലേക്ക് പോകണം. വെറും 19-ാം വയസ്സിൽ നായകനായി അരങ്ങേറ്റം. അന്ന് ഇന്നത്തെ പോലെ അല്ലായിരുന്നു മലയാള സിനിമയുടെ സ്ഥിതി. ഇന്ന് ഏത് യുവതാരങ്ങളെയും മലയാളി ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ പൃഥ്വിയുടെ തുടക്കം അങ്ങനെയല്ലായിരുന്നു. പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യാൻ നിർമ്മാതാക്കൾ ഭയക്കുന്ന സമയത്താണ് പൃഥ്വി നായകനാകുന്നത്. തുടക്കകാലത്തെ ചില നിലപാടുകൾ പൃഥ്വിയെ പലരുടെയും ശത്രുവാക്കുകയും പൃഥ്വി ചില ആക്രമണങ്ങൾക്ക് വിധേയനാകുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പൃഥ്വിരാജ് ഫീൽഡ് ഔട്ട് ആവുന്നവരെ വിധി എഴുതിയവരുണ്ട്. പക്ഷേ പൃഥ്വിയുടെ ഉള്ളിലെ പ്രതിഭയെ തളയ്ക്കാൻ ആർക്കും സാധിച്ചില്ല. പൃഥ്വി ശക്തമായി തന്നെ തിരിച്ചു വന്നു. എന്നാൽ പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എത്തിയ താരങ്ങളാണ് നിവിൻ പോളിയും ദുൽഖർ സൽമാനും. മൂവരെയും വിലയിരുത്തുമ്പോൾ പ്രതിഭയുടെ കാര്യത്തിൽ സിനിമയെ വളരെ സീരിയസ് ആയി സമീപിക്കുന്നവർ പൃഥ്വിക്കായിരിക്കും ഒരുപക്ഷെ മാർക്ക് നൽകുക. എന്നാൽ ആരാധക വൃന്ദം കണക്കിലെടുത്താൽ പൃഥ്വി ഇവരെക്കാട്ടിലും പിന്നിലായിരിക്കും. ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ കാര്യത്തിലും ഇപ്പോഴും 30 ലക്ഷത്തിൽ താഴെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പൃഥ്വിരാജ്. ഇനി അടുത്ത കാലത്തായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിയ ലൈവ് വോട്ടിംഗിലേക്ക് വരിക. പലതിലും മുന്നിൽ മോഹൻലാൽ തന്നെ. യുവതാരങ്ങളിലേക്ക് വരുമ്പോൾ പക്ഷേ പൃഥ്വി നിവിൻ്റെയും ദുൽഖറിൻ്റെയും പിന്നിൽ തന്നെ. ഇനി കേരളത്തിന് പുറത്തെ ജനകീയത കണക്കിലെടുക്കുകയാണെങ്കിലും നിവിൻ്റെയും ദുൽഖറിനെയും കാട്ടിലും ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങൾ അഭിനയിച്ച പൃഥ്വി ഇരുവരെക്കാട്ടിലും പിന്നിൽ തന്നെ. പക്ഷേ പൃഥ്വിരാജ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കാശ് വാരുന്നുമുണ്ട്. ഇതിന് കാരണം ഒന്നേ ഉള്ളൂ. ഒരുപക്ഷെ പല യുവാക്കളും പൃഥ്വിയുടെ ഫാനല്ലായിരിക്കും. പക്ഷേ അവരാരും പൃഥ്വിരാജിന്റെ ഹേറ്റർ അല്ല. ഹേറ്റേഴ്സ് ഏറ്റവും കുറവുള്ള നടനാണ് പൃഥ്വിരാജ്. ഒപ്പം പലരും ഉള്ളുകൊണ്ട് മികച്ച നടനെന്ന് സംഭവിച്ചവർ. ഏകദേശം ഒരേ പ്രായമാണ് മൂവരുമെങ്കിലും അനുഭവ സമ്പത്തിൽ പൃഥ്വി ഏറെ മുന്നിൽ തന്നെ. പിന്നെ സോഷ്യൽ മീഡിയയുടെ കണക്കുകളിലാണ് പൃഥ്വി ഇവരെക്കാട്ടിലും പിന്നിലാവുന്നത്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ സജീവമായുള്ള ഒരു തലമുറയ്ക്ക് മുമ്പേ വന്നതുകൊണ്ടാവാം ഈ കണക്കുകളിൽ പൃഥ്വി പിന്നിലായത്. പൃഥ്വിയുടെ ഒരു വാക്ക് കടമെടുത്തു തന്നെ പറയാം. തന്നെ പോലെ ഒരുപിടി യുവതാരങ്ങൾ വളർന്നു വന്നില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഓസ്ട്രേലിയൻ ടീമിന്റെ അവസ്ഥ വരും എന്ന് പൃഥ്വിരാജ് പണ്ട് പറഞ്ഞിരുന്നു. എന്താണേലും പൃഥ്വി ആഗ്രഹിച്ച പോലെ തന്നെ ശക്തമായ യുവതയിൽ സമ്പന്നമാണ് ഇന്നത്തെ മലയാള സിനിമ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.